Hello guys, welcome back to my channel. This is SS Kunjus vlog and you're watching SS Kunjus. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫാണ്. സ്കൂളിൽ പോകണം. ഇപ്പോൾ ഒരു എത്ര മണിയായി എനിക്കറിയില്ല എത്ര മണിയായി. എൻ്റെ ഫോൺ താഴെയാണ്. അത് ഫോൺ താഴെയാണ് കളിക്കുക. ഞാൻ ഇപ്പം എണീച്ചായിരുന്നു. ഒരു 2 മിനിറ്റ്സായി. പുതപ്പ് എപ്പം എൻ്റെ തോളത്തിട്ടാലും എനിക്ക് അപ്പം ഉറക്കം വരുന്നുണ്ട്. എൻ്റെ അച്ഛൻ നടക്കാൻ പോയി, അമ്മ ചായ ഉണ്ടാക്കുന്നു. എന്നാൽ നമുക്ക് പോവാം. ഫസ്റ്റത്തെ ഡ്യൂട്ടി മടക്കൽ. ഇപ്പോൾ വൃത്തികേടായിട്ടാണ് പുറത്ത് നടക്കുന്നത്. പക്ഷേ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവും. ഇതെങ്ങനെ ചുറ്റും ഇനി നമുക്ക് പല്ല് തേക്കാൻ പോകും. ഓള് നല്ല വഴുവഴുപ്പാണല്ലോ. ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കാനും പറ്റില്ല. ഒരു ഐഡിയ ചെയ്യാം. ഇതൊക്കെ ഇവിടെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇത് ഇവിടെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് അവിടെ വഴുവഴുപ്പ്. യോ, ഇടയ്ക്കിടയ്ക്ക് സൗണ്ടാണ്. കാര്യമാക്കണ്ട. എന്ത് ഇഷ്ടമാക്കാലും അല്ലേ. അങ്ങനെ ഞാൻ വയ്ക്കുന്നുണ്ട്. ബാത്റൂമിൽ വന്നു പല്ല് തേക്കാൻ. ഗൈസ്, എൻ്റെ ബ്രഷാണ് ഇത്. ഞാൻ 4ലൊക്കെ പഠിക്കുമ്പോൾ ഒരു കുഞ്ഞു കുട്ടികളുടെ ബ്രഷാട്ടോ യൂസ് ചെയ്യുക. ഒരു കുഞ്ഞു കുട്ടികളില്ല, അവരുടെയൊക്കെ ബ്രഷ് ഞാൻ യൂസ് ചെയ്യുക. ലൈക്ക് ഞാൻ മേടിക്കുക അങ്ങനത്തെ ടൈപ്പ് ബ്രഷായിരിക്കും. ബാത്റൂമിൽ നിന്ന് ഭയങ്കര വഴുവഴുപ്പാണ്. എന്തത്? First toothbrushing.
ടങ് ക്ലീനിങ് ഞാൻ മുഖം കഴുകാറില്ല കേട്ടോ. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം, മുഖം ഞാൻ കഴുകാറില്ല. കാരണം എനിക്കിഷ്ടമല്ല. ഈസി എൻ്റെ കൈക്ക് മുഖം മുടി ഇപ്പോൾ ഊരുന്നില്ല, കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഊരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഡൗൺ സ്റ്റെയർസ് പോവാം. എനിക്ക് എംബ്രോയിഡറി ഉണ്ട്. ഞാൻ എംബ്രോയിഡറി ആക്ച്വലി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. എൻ്റെ കംപ്ലീറ്റ് അല്ല, അങ്ങനെയൊന്ന് കൊണ്ടുപോകുന്നില്ല. നല്ല ചീത്തയിട്ടാണ്. ഗുഡ് മോർണിംഗ് അമ്മേ. ഹായ് പറ. ഹായ്. അപ്പം അമ്മ ചായ വെക്കുകയാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് എണീച്ചു. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഞാനേ ഒരു ഐഡിയ പറയട്ടെ. ഇപ്പോൾ അമ്മ ഒന്ന് ഇപ്പോൾ വരാവേ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ട്രാൻസിഷനോടെ നിങ്ങൾക്ക് ഞാൻ താമരയും അതൊക്കെ കാണിച്ചു തരാൻ കേട്ടോ. പുതിയതായിട്ട് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. 3, 2, 1 സ്റ്റാർ. ഇതായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ആമ്പലാണ്. ഇതൊരു കാക്ടസ് മാതിരിയുള്ളൊരു ചെടിയാണ്. അതിൻ്റെ ഒപ്പം നിന്ന് മണി പ്ലാന്റും വളരുന്നുണ്ട്. അത് നന്ദിയാർവട്ടം. പിന്നെ അതും ഒരു ചെടിയാണ് കേട്ടോ. അത് ചെമ്പരത്തിയും കണക്കൂർക്കയും അത് എന്തോ ഒരു ചെടിയായിരുന്നു. അത് മുള. അതിൻ്റെ അപ്പുറത്തുള്ള ലാസ്റ്റ് വൺ കണിക്കൊന്ന. അപ്പോൾ ഇത് ക്രീപ്പറാട്ടോ. അപ്പോൾ ഇതാണ് ഫിഷ് ടാങ്ക്. അപ്പം ഇത് അത്ര സീനില്ലെങ്കിലും പൊളിയാൻ തന്നെ കേട്ടോ. അപ്പോൾ ഇതിൽ നിത്യകല്യാണി, രാമതുളസി, അനാക്കോണ്ട പ്ലാന്റ്, പിന്നെ ജമന്തിയോ ചെണ്ടുമല്ലിയോ എന്തോ സാധനം, അത്ര തന്നെ. എനിക്ക് ഇതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ, സീരിയസ് ആയിട്ട്. അത് ക്രോംപ്ടൺ മാതിരി എന്തോ ഒരു പ്ലാന്റാണ്. ഇത് റോസാണ്. ഇതും ആ കാക്ടസ് മാതിരിയുള്ള ചെടി. ഇതേ അത് കുഞ്ഞാമ്പലുകളാണ് അതിൽ നിന്ന് വിരിയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ. പിന്നെ ഇതെന്തോ ഒരു ചെടി. ഇത് ചെത്തിയാണ്. അതും ചെത്തിയാണെന്ന് പറയുകയാണ് എല്ലാവരും. ഇത് തുളസി. ഇത് എന്തോ ഒരു ചെടി. ഇത് കണക്കൂർക്ക എന്തോ. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും പുഴുക്കടി കൊള്ളുന്ന ചെടിയാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതേ ചെത്തി. ഇത് വളരാൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. ചെത്തി ഇത് ഫുള്ള് നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഇത് ഒരു ക്രിസ്മസ് ട്രീൻ്റെ മാതിരിയുടെ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ മേടിച്ചു തന്നെയുള്ളൂ. ഇത് മാവിൻ്റെ തയ്യാട്ടോ. ഇത് മാവിൻ്റെ തയ്യ. അടുത്തത് ഞങ്ങൾ ക്രിസ്മസ് ട്രീ പ്ലാന്റ് കൊണ്ടാണ് പോയത്. അവിടെ ഇല്ലാത്തതുകൊണ്ട് ഏകദേശം അതിൻ്റെ ലുക്കുള്ളൊരു പ്ലാന്റിനെ മേടിച്ചേ. ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആന്തൂറിയം ഉണ്ട്. ഇതാണ് ആന്തൂറിയം. ഇതിൻ്റെ ഇവിടെ ഒരു എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ ഒരു മഷ്റൂം വന്നു. ഒരു മഷ്റൂം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് തംബ്നെയിലിൽ ഇടുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഷൂ സ്റ്റാൻഡ്. ഒറ്റ മിനിറ്റ്, ഇനി നമുക്ക് അങ്ങോട്ടാക്കാം. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ 5 minutes TV, ചായ കുടിക്കുക, ടോയ്ലറ്റിൽ പോവുക. അതൊക്കെ ഫ്രഷായി കഴിഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോവുക, കുളിക്കുക, പിന്നെ ഒന്ന് ചായ കുടിക്കുക, ഒരു 5 minute TV കാണുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. വെയിറ്റ് ഫോർ വാച്ചിങ്. എല്ലാവരും ഫുള്ളായിട്ട് തീർന്നിട്ട് പോയാൽ മതി, അല്ലാണ്ട് ആരും പോകണം. ഓക്കെ ഗൈസ്, ഇപ്പോൾ വരാവേ. ഓ എന്തിരിത്, സോറി ഗൈസ്. ഇപ്പോൾ വരാവേ. 20 minutes later. ഫ്രഷ്. ഇതാണ് എൻ്റെ യൂണിഫോം. ഇത് വെനസ്ഡേ യൂണിഫോം മാത്രം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ യൂണിഫോം. ഇത് എൻ്റെ ഗ്രൂപ്പ് സഫയർ ആണ്. ഇനി എൻ്റെ കൈ ഞാൻ അറിയാണ്ട കേട്ട് അടിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്.
അപ്പം ഇനി ഫസ്റ്റ് തന്നെ ഇത് ഊരണം. എൻ്റെ അച്ഛൻ അവിടെ വാരിത്തരികയാണ്. ഞാനപ്പോൾ റെഡി ആകുമ്പോൾ ഫസ്റ്റ് തന്നെ ചീപ്പ് വെച്ച് നന്നായിട്ടൊന്ന് കോംബ് ചെയ്യുക. സോറി ഗൈസ്, ഞാൻ തലതിരിച്ചാണ് വെച്ചത്. സോറി. ഓക്കെ അല്ലേ? ഞാൻ ബസ്സിലേക്ക് പോകണം. ഞാൻ ബസ്സിൽ പോകണ മുമ്പേ ആയിട്ട് ഞാൻ ഇവിടുന്ന് അച്ഛൻ എന്നെ സ്കൂട്ടിയിൽ കൊണ്ടുവിടും. അപ്പം ഞാൻ ഫുൾ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? എപ്പോൾ കെട്ടി പകുതി എത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ? എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെട്ടുമ്പോൾ അവിടെ ആ സൈഡ് മാത്രം ചീവില്ല, അതുകൊണ്ടാണ് അങ്ങനെ പൊങ്ങി നിൽക്കുക. ചീവാത്ത സൈഡൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാ സൈഡും ചീവിട്ട് കെട്ടുക. ചീവിയതാണ് പക്ഷേ ടീച്ചർ വിളിച്ചിട്ട് പോണോ അതോ നിങ്ങളെന്നെ കൊണ്ടുവിടുമോ? വൈകുന്നേരം പൂജയ്ക്ക് വണ്ടി പൂജയ്ക്ക് ഞാൻ എപ്പോൾ ഇങ്ങനത്തെ ടൈറ്റ് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ വേദന എടുക്കുന്നുണ്ട് ഇപ്പോൾ. എൻ്റെ ഫ്രാക്ചർ ആയത് ഇവിടെയാണ്. ഞാൻ ഹാഫ് ഇടുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് റെഡിയായി. ഇവിടെ ചെറുതായിട്ടൊരു ഹമ്പ് മാറ്റുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ കെട്ടിക്കോളാം. ടീച്ചേഴ്സ് വിചാരിക്കുന്നത് ഈ കുട്ടി ഇങ്ങനെ വന്നിരിക്കണമെന്ന്. ഞാൻ കുട്ടിക്ക് കെട്ടിത്തരാം. ചന്ദനം ഞാൻ ഇന്നലെ പൂജയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നന്നായില്ലേ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണ് എനിക്ക് വെള്ളിയാഴ്ച നിനക്ക് പോയിക്കൂടെ? നിനക്ക് എല്ലാ കാര്യം ഞാൻ എന്നെ എന്തിനു വേണ്ടിട്ട് എത്തിയ മാതിരിയാണ് ഇപ്പോ ഞാൻ പറയണത്. വെള്ളിയാഴ്ച കൊടുക്കുക, അതിനുശേഷം എടുക്കില്ലല്ലോ വണ്ടി. വെള്ളിയാഴ്ച കൊടുക്കും. വെള്ളിയാഴ്ച ദിവസമല്ലോ, വെള്ളിയാഴ്ച കൊടുക്കും. എനിക്ക് മുടക്കാവും.
തൊട്ടടുത്തല്ലേ? എത്ര മണിക്ക് വരണോ? വെള്ളിയാഴ്ച കൊടുത്താൽ മതിയല്ലോ. വെള്ളിയാഴ്ച എനിക്ക് നല്ല ദിവസമല്ലേ? ബുധനാഴ്ച കൊടുക്കണ്ടാവും. എനിക്ക് വെള്ളിയോ ശനിയായിട്ട് മുടക്ക് പോകും. എനിക്ക് അറിയില്ലത്. ശരി, നീ ഞാൻ ഡയറക്റ്റ് അത് കഴിച്ചിട്ടാണ് ഞാന്. പക്ഷെ 3 പേര് കിട്ടുന്ന അവിടെ വരാനുള്ളത് അത് ഒത്തിരി ദൂരമല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ യൂബറിൽ ഇവിടെ വന്നിറങ്ങിയാ പോരെ? സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ 7 മണിക്ക് വന്നിട്ട് കാര്യം നമ്പർ അടയ്ക്കുന്നത് 6 മണിയാകുമ്പോഴേക്കും ഞാൻ എത്താം. നിങ്ങൾ കുഞ്ഞുനെയും അപ്പോഴേക്കും അപ്പൊ എന്റെ മുഖം മേക്കപ്പ് കഴിഞ്ഞു. അടുത്ത ചന്ദനം തൊടണം. ഓ എന്റെ തല ചുളയുന്നു. അയ്യോ ഇപ്പൊ ഞാൻ പോകുന്നുണ്ട്. അത് ചന്ദനമാണ് കേട്ടോ. നനഞ്ഞുണ്ടാവും. കൊള്ളേ അത് ഉണങ്ങുമ്പോൾ നന്നായിട്ട് കാണും കേട്ടോ. മതി ഉണങ്ങുമ്പോൾ നന്നായിട്ട് കാണാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഉരയ്ക്കട്ടെ. കാരണം അല്ലെങ്കിൽ ഉണങ്ങുമ്പോൾ നന്നായിട്ട് കാണുന്നു. കാണുന്നുണ്ട് നന്നായിട്ട്, അത്യാവശ്യം കാണുന്നു. ഇപ്പൊ കറക്റ്റായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടി ഗൈസ്. കൈ കഴുകുക. വായ കഴുകണേ. ഇതാണ് എൻ്റെ ബോട്ടിൽ കേട്ടോ. റെഡിയാക്കി. എവിടെ ഒരു ടബൽ ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ടബലാണ് യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികളുടെ വല്ല ഹിപ്പോപ്പൊട്ടാമസിൻ്റെയോ അങ്ങനെയൊക്കെ. ഉണ്ട്. ഇപ്പോൾ ചന്ദനം മെല്ലെ മെല്ലെ ഉണങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കളർ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ തല കുടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇനി വേണം. ഞാൻ ആക്കടെ 2 സൈഡേ മുടിയിൽ ഹെയർ ക്ലിപ്പ് കുത്തിയിട്ട് ഒന്ന് ഇവിടെ ഉണ്ട്. ഇത് ഒന്ന് ഇവിടെ. അപ്പോൾ ഗൈസ് എൻ്റെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോവുകയാണ്. അതിന് മുമ്പേ മറക്കരുത് ടാഗ്. ഞാൻ ടാഗ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ഇന്നൊക്കെ ഞാൻ എടുത്തിട്ട് വരാം.
ഇവിടുന്ന് ഇത്തിരി ദൂരമുണ്ട്. ഞാൻ കയറുന്ന സ്ഥലത്തുനിന്ന് ബസ്സിൽ നിന്ന് കയറുന്ന സ്ഥലത്തുനിന്ന് ഇത്തിരി ദൂരമുണ്ട്. സോ രണ്ടെണ്ണം വിരിഞ്ഞോ? ആ ഗൈസ് ഇന്ന് രണ്ടെണ്ണം വിരിയും കേട്ടോ ഗൈസ്. ഇതൊന്ന് പണി അമ്മ ഇട്ട് തരാമോ? ഞാൻ ഫിഷ് ടാങ്ക് വളർത്തുന്നുണ്ട് ഗൈസ്. ആ ഫിഷ് ടാങ്കിൽ ഫുൾ കുഞ്ഞു കുഞ്ഞു മീനുകൾ വന്നിട്ടുണ്ട്. കിളിൻ്റെ സൗണ്ട് കേട്ടെ. ഇതാ ഗൈസ് എൻ്റെ അച്ഛൻ. അപ്പോൾ നമുക്കിനി പോവാൻ ടൈമായി. ശരി അമ്മ, ബൈ. കേട്ടെ നിക്ക് നിക്ക്. ബൈ അമ്മേ. ഒരു ഹാഫ് മിനിറ്റ്. അപ്പം എത്തിയിട്ട് നിങ്ങൾക്ക് ബാക്കി ഞാൻ കാണിച്ചു തരാം. ബോട്ടില് ഞാനാണ് വെച്ചത് ഗൈസ്. എൻ്റെ ബോട്ടിൽ തെറിച്ചു പോയി. അതാണ് സൗണ്ട് കേട്ടത്. എൻ്റെ ബോട്ടിൽ തെറിച്ചു കിട്ടും. എന്നാ പിടിച്ചോ, ബോട്ടിൽ പിടിച്ചോ. ലീക്ക് അടിച്ചു. ഗൈസ് എൻ്റെ ബോട്ടിൽ മിക്കവാറും ലീക്ക് അടിച്ചിട്ടുണ്ടാവും. ഓൾറെഡി ആയിരുന്നു അത് ചില സമയത്തൊക്കെ ലീക്ക് അടിക്കാറില്ലാണ്. ബസ് ഇപ്പോൾ വരും. ഒരു 2 minutes ബസ് വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കും ഗൈസ്. ബസ് വന്നിട്ട് ഞാൻ എന്നെ ബൈ ബൈ പറഞ്ഞിട്ട് അച്ഛൻ വീഡിയോ നിർത്തുള്ളൂ. ഗൈസ് ഞാൻ പോവാണ്. ബൈ. ഓക്കെ ഗൈസ് ഞാൻ